അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം, ഈ ഒരു വ്യാഴ മാറ്റത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വാരം അവസാനം കാണാം. എങ്കിൽ വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ഒരു മാറ്റമാണ്. എത്രയോ വിഷമങ്ങൾ മാറി വരുന്ന കാലം. അത് തന്നെയാണ് മുഖ്യമായിട്ട് കുംഭക്കൂറുകാർക്ക് പറയേണ്ടത്. ഈ രണ്ടാം ഭാവത്തിലുള്ള ഈ ഒരു ശുക്രൻ മൂന്നാം ഭാവത്തിലേക്ക് സഹായ രാശിയിലേക്ക് വ്യാഴത്തോടും ആദിത്യനോടും കൂടിയിട്ട് കുറച്ച് ദിവസമേ കിട്ടുള്ളൂ എങ്കിലും വളരെയധികം നല്ലതായിട്ട് കാണണം. പ്രത്യേകിച്ച് സൗഹൃദങ്ങളിലും സൗഹൃദങ്ങളിൽ വന്നു ചേരുന്നതിനും സഹോദര ഗുണം, ധാരാളം സഹായങ്ങളും മറ്റൊക്കെ വന്നു ചേരുന്നതിനും പരസ്പരം ബന്ധം കൂടുതൽ സ്നേഹാധിക്യത്തോടുകൂടി സഞ്ചരിക്കുന്നതായിട്ട് കാണാം ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ, ഭവന സംബന്ധപ്പെട്ട വിഷയങ്ങളിലും അതൊക്കെ ഒരു അനുകൂലം ഈ ഒരു വാര അവസാനത്തോടു കൂടിയിട്ടാണ്, വാരാദ്യത്തിലല്ല അവസാനത്തോടു കൂടി കാണാം. സാമ്പത്തികമായ കഷ്ടതകളും തടസ്സങ്ങളൊക്കെ നീങ്ങി വരുന്നതായിട്ട് കാണാം ഈ ഒരു വാരം. അടുത്ത വാരമൊക്കെ ഈ കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലം തന്നെയാണ് പറയേണ്ടത്. വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തീരുമാനമായി വരുന്നതും അതോടൊപ്പം വിവാഹ വിഷയങ്ങളിലൊക്കെ തടസ്സങ്ങൾ മാറി വരുന്നതൊക്കെ ഈ ഒരു 3-4 കൂറുകാർക്ക് ഈ ഒരു വാരം വളരെ നല്ലതാണ്. ഇപ്പോൾ തുലാവക്കൂറ് മുതൽ ഏകദേശം മീനക്കൂറ് വരെ ഏകദേശം എല്ലാവർക്കും വളരെ ഒരു അനുകൂലമാണ്. വിവാഹാദി വിഷയങ്ങളൊക്കെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ശരാശരി വളരെയധികം അനുകൂലത്തിൽ പോകുന്ന ഒരു കാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി ഇനി ഒരു വർഷത്തോളം ജീവിതത്തിൽ വളരെയധികം നന്മകളെ മാത്രമാണ് ഈ കുംഭക്കൂറുകാർക്ക് കൊണ്ടുതരിക. എങ്കിൽ ശിരോസംബന്ധമായിട്ടുള്ള ഈ ഒരു വാരത്തിൽ തലവേദനകളും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതിനും അത് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവർ ഒന്ന് മൂർച്ഛിക്കുന്നതിനുള്ള ഒരു കാലമായിട്ട് ഇതിനെ കാണണം. ഒക്കെ രക്ത സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ, മധ്യവയസ്സിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വളരെയധികം കരുതിയിരിക്കേണ്ടുന്ന ഒരു വാരവുമാണ്. ഒപ്പം രഹസ്യമായിട്ടുള്ള രോഗങ്ങളും അതോടൊപ്പം തന്നെ ഉദര രോഗങ്ങളൊക്കെ ഒന്ന് ഈ വാരത്തിൽ ഒന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ആരോഗ്യത്തെയൊക്കെ. ഒപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യങ്ങളിൽ വളരെ ഉന്മേഷത്തോടു കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. തുടർ വിദ്യാഭ്യാസം, ഉപരിപഠനത്തിന് പോകുന്നവരും വിദേശ യാത്രകൾക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക. ജന്മശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക, അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരം. പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ പോകുന്നതും അതോടൊപ്പം തന്നെ ദർശനം ചെയ്യുന്നതും വഴിപാടുകൾ നടത്തുന്നതിനും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു വാരം. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാനും സാധിക്കുന്നവരുണ്ടെങ്കിൽ അതും ചേർന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.